നമസ്കാരം. ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ ചിത്രങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ സംവിധാന ചിത്രങ്ങളൊക്കെ തന്നെ എന്നും സാധാരണക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. നമുക്ക് അജ്ഞാതമായ, നമുക്ക് കണ്ടിട്ടില്ലാത്ത ലോകത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളും നല്ലത് നമ്മളൊക്കെ നിത്യജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണക്കാരൻ്റെ വിഷമങ്ങൾ, അവൻ്റെ നൊമ്പരങ്ങൾ, അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ, അല്ലെങ്കിൽ അവൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഇവയൊക്കെ തന്നെ വളരെ മനോഹരമായ നർമ്മത്തിൻ്റെ ഒരു ചായം ചേർത്താണ് അദ്ദേഹം എല്ലാ സിനിമകളിലും അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ സിനിമകളിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും അത്തരത്തിലുള്ളത് തന്നെയായിരുന്നു. നേർത്തൊരു ഹ്യൂമർ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളിലും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ശ്രീനിവാസൻ മദുരാശിയിലെ അവിടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ച് ഇറങ്ങിയതിന് ശേഷം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ സഹകരിച്ചിരുന്നത് അന്നത്തെ ആർട്ട് സിനിമകൾ എന്നറിയപ്പെടുന്ന ചില ചിത്രങ്ങളിലായിരുന്നു. സംഘഗാനമാണെങ്കിലും മണിമുഴക്കമാണെങ്കിലും അത്തരം ചിത്രങ്ങളിലായിരുന്നു അദ്ദേഹം കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ശ്രീനിവാസൻ ഈ ബുദ്ധിജീവി സിനിമകളുടെ ഒരാളായിരുന്നു എന്നാണ് പൊതുവെ അന്ന് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ശ്രീനിവാസൻ്റെ ഒരുപക്ഷെ സിനിമ കരിയറിനെ തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു അദ്ദേഹം പ്രിയദർശൻ്റെ ആദ്യ സിനിമയായ പൂച്ചക്കൊരു മൂക്കുത്തിയിൽ അഭിനയിക്കാനായി തിരുവനന്തപുരത്തെത്തിയ ആ ഒരു വേള. അതിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം നമ്മളെ ഏറെ ആകർഷിച്ചിരുന്ന ഒന്നാണ്. ഒരു ലോഡ്ജിലെ ചെറിയൊരു ജോലിക്കാരൻ, സഹായിയായി കൂടിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ റോളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എന്നാൽ തുടർന്ന് പ്രിയദർശൻ്റെ രണ്ടാമത്തെ ചിത്രമായ ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിന് തിരക്കഥയും സംഭാഷണം എഴുതിയത് ശ്രീനിവാസനായിരുന്നു. ഈ ചിത്രവും ഒരു വലിയ സൂപ്പർ ഹിറ്റായി മാറിയതോടുകൂടി ശ്രീനിവാസൻ പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ വളരെ സജീവമായി മാറുകയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം അതിനു മുമ്പ് മറ്റു പലർക്കും വേണ്ടി ഗോസ്റ്റ് റൈറ്റിംഗ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ തന്നെ പലപ്പോഴും പത്രക്കാർ ചോദിക്കുമ്പോഴൊക്കെ ശ്രീനിവാസൻ അതിന് ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നതാണ് പതിവ്. ഏതായാലും ഓടതമ്മ ആളറിയാം ഹിറ്റായതോടുകൂടി ശ്രീനിവാസൻ്റെ ഒരു യുഗം പിറക്കുകയായിരുന്നു മലയാള സിനിമയിൽ എന്ന് പറയാം. വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതമാണ് പിന്നീട് അദ്ദേഹം ഓരോ തൻ്റെ തിരക്കഥകളിലും ആവിഷ്കരിച്ചത്. എത്ര മനോഹരമായിട്ടാണ് ഓരോ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തൻ്റെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമൊക്കെ ഒരു നർമ്മഭാവനയോട് നോക്കി കാണുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളെയും ശ്രീനിവാസൻ സൃഷ്ടിച്ചിട്ടുള്ളത്. സമൂഹത്തിലെ പൊക്കമില്ലായ്മ ഉള്ള, അല്ലെങ്കിൽ നിറം ഇരുണ്ടതാണെന്ന് പറയുന്ന വടക്കുവ കേന്ദ്രത്തിലെ കഥാപാത്രം, തനിക്ക് ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളുടെ പിറകെ ഓടുന്ന, അധ്യാപകൻ്റെ ജോലി ഉണ്ടായിട്ട് പോലും കൂടുതൽ ഉയരങ്ങളിൽ എത്തണമെന്ന് തനിക്ക് അർഹതയില്ലാത്തതിൻ്റെ പുറകെ ഓടുന്ന വിജയം മാഷും ചിന്താവിഷ്ടയ ശ്യാമളയിലൊക്കെ തന്നെ ശ്രീനിവാസൻ നമ്മളെ ഓരോ തട്ടിലും ചിന്തിപ്പിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് അദ്ദേഹം തിരക്കഥ രചിച്ചിരുന്നത്, സംവിധാനം ചെയ്യുന്നതൊക്കെ തന്നെ. അതുപോലെ തന്നെ സന്മനസ്സുള്ളവർക്ക് സമാധാനമാണെങ്കിലും ടി പി ബാലഗോപാലിൻ്റെ എം ആണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സാധാരണക്കാരായ ഇടത്തരക്കാരായ ആളുകളുടെ ജീവിത ദുഃഖങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ സിനിമകളിൽ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിരുന്നത്. ശ്രീനിവാസൻ്റെ നർമ്മം എന്ന് പറയുന്നത് സ്ലാപ്സ്റ്റിക് കോമഡി ആയിരുന്നില്ല, നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ശ്രീനിവാസൻ്റെ കോമഡികളൊക്കെ തന്നെ. ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ സിനിമകളൊക്കെ തന്നെ ഇന്നും കാലാതിവർത്തിയായി നിൽക്കുന്നത് അതിൻ്റെ പ്രസക്തി എക്കാലത്തും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്ക് സന്ദേശം എന്ന സിനിമ തന്നെ എടുക്കാം. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ആ സിനിമയിൽ ഇന്നും അതിലെ രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ പരിപാടികളിലും, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രസംഗിക്കാനും മാധ്യമങ്ങൾക്ക് തന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പരാമർശിക്കുമ്പോഴും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത്. അതിലെ കഥാപാത്രങ്ങൾ, അതിലെ സഖാവ് കോട്ടപ്പള്ളിയായും അതുപോലെ പ്രകാശൻ, KRP തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതാണ്. നമ്മൾ നിത്യേന കാണുന്ന രാഷ്ട്രീയ പ്രവർത്തനം, അവരുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ദുരിതങ്ങളുമൊക്കെ തന്നെ എത്ര സരസമായിട്ടാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. അതുപോലെ നാടോടിക്കാറ്റിലൊക്കെ തന്നെ രണ്ട് ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ, ഒരുപക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു 80കളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. തൊഴിലില്ലായ്മയുടെ മറ്റൊരു വശമാണ് അവിടെ കാണിച്ചത്. ഗൾഫിലേക്ക് പോകാൻ വേണ്ടി പണം കൊടുത്ത് കബളിപ്പിക്കപ്പെടുന്ന യുവാക്കൾ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതമാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ തന്നെ ആവിഷ്കരിച്ചത്. അന്നത്തെ കാലത്ത് മലയാള സിനിമ പലപ്പോഴും വലിയ കൊട്ടാരങ്ങളിലും മറ്റും നടക്കുന്ന, അല്ലെങ്കിൽ മാളികൾ നടക്കുന്ന വലിയ, അല്ലെങ്കിൽ നായകൻ്റെ പ്രണയമൊക്കെ ഇതിവൃത്തമാക്കി അവതരിപ്പിക്കുമ്പോൾ, അതല്ലെങ്കിൽ വലിയ വടക്കമ്പാടി ചിത്രങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിനിടയിലാണ് ഈ ചെറിയ സിനിമകൾ കൊണ്ടുവന്ന് ചെറിയ കഥയും ചെറിയ കഥാപാത്രങ്ങളും ഒക്കെ, ചെറിയ മനുഷ്യർ, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെയൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇടത്തരക്കാരുടെയൊക്കെ തന്നെ ജീവിതം അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് ശ്രീനിവാസൻ ചിത്രീകരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണം നമുക്ക് ഈ ഓരോ സിനിമയിലും കാണാൻ കഴിയും. ജീവിതത്തിൽ എന്ത് ദുരിതം വരുമ്പോഴും കഷ്ടപ്പാട് വരുമ്പോഴും ഒക്കെ അതിനെ ഒരു നർമ്മത്തിൻ്റെ ഒരു ഇഴ ചേർത്ത് അതിനെ നോക്കിക്കാണുക എന്നുള്ളത് തന്നെയാണ് ശ്രീനിവാസൻ. അതിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഏതായാലും ശ്രീനിവാസൻ്റെ വിയോഗം എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ക്ലീഷയല്ല, നികത്താനാകാത്ത ഒരു നഷ്ടം തന്നെയാണ്.